സഹോദരന്മാരെ, സൂറത്തുൽ കഹ്ഫാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 8 ആയത്തുകളെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. ഇന്ന് 9-ാമത്തെ ആയത്ത് മുതൽ 16-ാമത്തെ ആയത്ത് വരെയാണ് ഇന്ന് പറയുന്നത് ഇൻഷാ അല്ലാഹ്. അസ്ഹാബുൽ കഹ്ഫ് അവരുടെ ആ ചരിത്രം നമ്മൾ ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞു. ആയത്ത് വിശദീകരിച്ച് നമ്മൾ എത്തിയത് 8 ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ആളുകൾ ചോദിക്കാൻ തുടങ്ങി. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചുള്ള വിവരം പറയാൻ പറഞ്ഞപ്പോൾ അടുത്ത ദിവസം പറയാമെന്ന് പറഞ്ഞ് 15 ദിവസം വരെയായി വിവരങ്ങളൊന്നും ലഭിച്ചില്ല. ആ സമയത്ത് പരിഹാസങ്ങളായി, ചോദ്യങ്ങളെല്ലാം ആയപ്പോഴാണ് വിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം ഖുർആനിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല ആ വിഷയത്തിലേക്ക് കടക്കുന്നത് തന്നെ അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീമി കാനൂ മിൻ ആയാതിനാ അജബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആളുകൾ ഇതിന്റെ മറുപടി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആ മറുപടി കൊടുക്കാൻ മറുപടിയില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാത്തിരുന്നു. അപ്പോഴാണ് ഈ മറുപടി വരുന്നത്. അസ്ഹാബുൽ കഹ്ഫിന്റെ ആ ജീവചരിത്രം പറയുമ്പോൾ അത് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ പ്രഖ്യാപനം, അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീമി കാനൂ മിൻ ആയാതിനാ അജബാ. നബിയെ, അങ്ങ് വിചാരിക്കുന്നുണ്ടോ അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീം, അസ്ഹാബുൽ കഹ്ഫിന്റെ ഈ ചരിത്രവും ഈ സംഭവങ്ങളും, വറഖീമി അസ്ഹാബുൽ കഹ്ഫിനെ അവരുടെ നാമങ്ങളും അവരുടെ വിശേഷണങ്ങളും ഒക്കെ എഴുതി വെച്ച ഒരു വെള്ളിയുടെ ഒരു പലക അവരുടെ ഗുഹയുടെ സമീപത്ത് നിന്ന് ലഭിച്ചു. അതുകൊണ്ട് എത്ര വർഷം അവർ ജീവിച്ചു എന്നും ഇവരുടെ ഫുൾ ഡീറ്റെയിലുകൾ എന്തൊക്കെയാണ് എന്നും അറിയാൻ സാധിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അങ്ങനെ അവരുടെ ചരിത്രങ്ങളെ രേഖപ്പെടുത്തി വെച്ച ആ റഖീമും അസ്ഹാബുൽ കഹ്ഫിന്റെയും ഈ സംഭവം അത് വലിയ അത്ഭുതമാണ് എന്ന് തങ്ങളെ അങ്ങ് വിചാരിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണിത്. പക്ഷെ എന്നാലും ഇതിലും വലിയ കഴിവുകൾ അള്ളാഹുവിനുണ്ട്. ഇതൊക്കെ എന്ത്? ഇത് വെറും ചെറുത് മാത്രം. ആകാശത്തിന് തൂണുകളില്ലാതെ ആകാശത്തെ നിലനിർത്തിയ അള്ളാഹു, ഭൂമിക്ക് തൂണില്ലാതെ നിലനിർത്തിയ അള്ളാഹു, ചന്ദ്രൻ അങ്ങനെ, നക്ഷത്രങ്ങൾ അങ്ങനെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലേക്ക് നമ്മൾ നോക്കിയാൽ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അപ്പോൾ അള്ളാഹുവിന്റെ കഴിവ് വെച്ച് നോക്കുമ്പോൾ പഴയ കാലത്ത് നടന്ന ആ അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം വലിയ ഒരു അത്ഭുതമൊന്നുമായി കാണാനില്ല. നബിയെ, ഇതിലപ്പുറം പലതുമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു തആല ഈ സംഭവത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇത് അവൽ ഫിത്യതു ഇലൽ കഹ്ഫി ഫഖാലൂ റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ കഹ്ഫ് അവരുടെ ഗുഹാന്തരത്തിലേക്ക് പോകുന്നതിന്റെ തൊട്ട് മുമ്പേ ഉണ്ടായത് പറയുകയാണ്. ഇത് അവൽ ഫിത്യതു ഇലൽ കഹ്ഫി, ആ ചെറുപ്പക്കാരായ ആളുകൾ കഹ്ഫ് എന്ന് പറയുന്ന
അവരുടെ ഗുഹയിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് എന്തിനാണ് അവർ ഗുഹയിലേക്ക് പോയത്? ആ ചെറുപ്പക്കാരായ ആളുകൾ അവരുടെ ഈമാൻ രക്ഷപ്പെടുത്താനാണ്. അവിടെയുണ്ടായിരുന്ന രാജാവിനെ അവിടുത്തെ കാഫിരീങ്ങളായ ആളുകളെ ഭയപ്പെട്ടതുകൊണ്ടാണ്. അങ്ങനെ ഭയപ്പെട്ടുകൊണ്ട് അവർ ഗുഹയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അള്ളാഹുവിനോട് അവർ പറഞ്ഞതെന്താണ്? فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ഇനി എല്ലാ പ്രതീക്ഷകളും അറ്റിരിക്കുകയാണ്. നാട്ടിലെ ഒരു വിഭാഗം ആളുകൾ മാത്രമല്ല എതിരായത്, രാജാവ് തന്നെ വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം ഞാൻ ഈ നാട്ടിലൂടെ നടന്നു വരുമ്പോൾ ഇതുപോലെ നിങ്ങളെ കാണാൻ പാടില്ല, നിങ്ങളെ വിശ്വാസം മാറ്റിക്കളയണം, ബിംബങ്ങളെ ആരാധിക്കുന്നവരാകണം, ബിംബങ്ങൾക്ക് സുജൂദ് ചെയ്യുന്നവരാകണം, അതല്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയുമെന്നാണ് രാജാവിന്റെ വാണിംഗ്. അപ്പോൾ ഇവർ ഇനി അവസാനം ഗുഹയിലേക്കാണ് അഭയം പ്രാപിക്കുന്നത്. ആ പോകുന്ന സമയത്ത് അള്ളാഹുവിനോട് ഒരൊറ്റ ദുആ, فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ അടിമകളാണ്, ഇഷ്ടപ്പെട്ട അടിമകളാണ്. എന്നാൽ ഞങ്ങൾക്ക് ഇനി റബ്ബന ആതിന മിൻ ലദുൻക റഹ്മതൻ, പടച്ചവനെ നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് ചൊരിയണം, ഞങ്ങൾക്ക് വേണം. വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ, എന്നാൽ ഞങ്ങളെ ഹിദായത്തിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ, ഞങ്ങളെ കാര്യങ്ങൾക്കൊരു തടസ്സവും വരാതെ ഞങ്ങൾക്ക് കൃത്യമായി എല്ലാം ഞങ്ങളെ കാര്യങ്ങൾ നല്ല പോലെ നടക്കുകയും വേണം. അങ്ങനെ ഒരു വഴി ഞങ്ങൾക്ക് ഒരുക്കി തരണമല്ലോ. അങ്ങനെയാണ് അസ്ഹാബുൽ കഹ്ഫ് ഗുഹയിലേക്ക് ചെല്ലുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഖുർആൻ പറയുന്നു, ഫളറബ്നാ അലാ ആദാനിഹിം ഫിൽ കഹ്ഫി സിനീന അദദാ. ഫളറബ്നാ അലാ ആദാനിഹിം, അവരുടെ കാതുകൾ അല്ലാഹു തആല അങ്ങ് അടച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവരെ ഉറക്കിക്കളഞ്ഞു എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. ഫളറബ്നാ അലാ ആദാനിഹിം, ഉറങ്ങുമ്പോ കണ്ണാണല്ലേ അടക്കില്ല, അല്ലേ? ഉറങ്ങുന്ന ആളുകൾ കണ്ണല്ലേ അടക്കില്ല. എന്താണ് അള്ളാഹു ഖുർആനിലെ ചെവി അടച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു? കണ്ണാണ് ഉറങ്ങുമ്പോ നമ്മളൊക്കെ, അല്ലേ? ആളുറങ്ങിയല്ലോ എന്നെങ്ങനെ നോക്കല്? കണ്ണടച്ചിങ്ങനെ കിടക്കുകയാണെങ്കിൽ ഉറങ്ങിയെന്നാണ് നമ്മുടെ ധാരണ. പക്ഷെ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് ഫളറബ്നാ അലാ ആദാനിഹിം, അവരുടെ കാതുകളെ അങ്ങ് അടച്ചു കളഞ്ഞു. യഥാർത്ഥത്തിൽ അവരുടെ കണ്ണുകളെല്ലാം ഓപ്പണായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ചരിത്രം പറഞ്ഞപ്പോൾ കണ്ണുകൾ തുറന്നിരുന്നു, ഖൽബുകൾ ഉറങ്ങുന്നു. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം, കണ്ണുകൾ അല്ലാഹു തആല തുറന്നു വെച്ചു, പക്ഷേ അവർക്ക് പുറത്തുള്ളതൊന്നും കാണുന്നില്ല, എന്നാൽ അവരുറങ്ങുകയാണ്. പക്ഷെ അല്ലാഹു ഇവിടെ ഫളറബ്നാ അലാ ആദാനിഹിം എന്ന് പറഞ്ഞത് എന്താണ്? ഉറക്കത്തിന് ചെവിയുമായിട്ട് നല്ല പങ്കുണ്ട്, അല്ലേ? ഒരാൾ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ കണ്ണ് ചുമ്മി ഒരാൾ ഇങ്ങനെ കിടക്കുകയാണ്, അയാളെ മുമ്പിൽ പോയിട്ട് നമ്മളിങ്ങനെ എന്ത് വികൃത രൂപം കാണിച്ചാലും അയാൾ വല്ലതും അറിയോ? ഇല്ല. ഉറങ്ങിക്കിടക്കുന്ന ആളുടെ മുമ്പിൽ ഒരു സിംഹം വന്നു ഇങ്ങനെ നിന്നാലും അയാൾക്ക് എന്ത് സിംഹം കാണുന്നുണ്ടോ വല്ലതും? ഇല്ല. അതേ സമയത്ത് ഒരു നായ വന്ന് കുറച്ചാൽ മതി, എടുത്ത് പെട്ടെന്ന് ഞെട്ടി ഉണരും, അല്ലേ? ഒരു ശബ്ദം കേട്ടാൽ പെട്ടെന്ന് ഞെട്ടി ഉണരും. ആ കാതിലേക്ക് ശബ്ദം കേൾക്കുമ്പോൾ കണ്ണ് തുറക്കുന്നു, ആൾ ഉണരുന്നു. പക്ഷേ ഇവിടെ ഈ അസ്ഹാബുൽ കഹ്ഫ് ഉറങ്ങുന്ന സമയത്ത് ഇനി ഒരുപാട് വർഷങ്ങൾ ഉറങ്ങാനുണ്ട്. അതാണ് ആയത്തിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞത്, ഫിൽ കഹ്ഫി സിനീന അദദാ, വർഷങ്ങളോളം അവർക്ക് ആ ഗുഹയിൽ ഉറങ്ങാനുണ്ട്. അപ്പോൾ ഇനി മറ്റുള്ള ശബ്ദങ്ങളൊന്നും കേട്ട് ഇവരുടെ ഉറക്കിന് പ്രയാസം വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഫളറബ്നാ അലാ ആദാനിഹിം, ഇനി മറ്റുള്ള ശബ്ദം കേട്ടിട്ട് ഇവരെ ഉണർന്നു പോകണ്ട, അവരെ അങ്ങ് ഉറക്കിക്കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണുന്നില്ലേ, സുബഹിയുടെ സമയത്ത് നിങ്ങൾ ഉറങ്ങിക്കളയരുത്. അങ്ങനെ ഉറങ്ങിയാൽ
പിശാച് നിങ്ങളെ ചെവിയിൽ വന്ന് മൂത്രമൊഴിക്കും, നിങ്ങളെ സുഖമായി ഉറക്കിക്കളയുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ? അപ്പോൾ ഉറക്കിനും ചെവിക്കും നല്ല ബന്ധമുണ്ട്. ഒരു മനുഷ്യനെ ഉറക്കിക്കളയുന്നതിൽ കാതിന് വലിയ ബന്ധമുണ്ട് എന്നല്ലേ മനസ്സിലാകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, ഒരു പുരുഷൻ, ഒരു സഹോദരൻ ആരെങ്കിലും സുബഹിയുടെ സമയത്ത് നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിസ്കാരം ഒഴിവാക്കിയിട്ട് കിടക്കുകയാണെങ്കിൽ ആ ഉറക്കത്തിന് സുഖമുണ്ടാക്കാൻ പിശാച് ചെവിയിൽ വന്ന് മൂത്രമൊഴിക്കുമെന്നല്ലേ? അപ്പോൾ ചെവിയുമായി വലിയ ബന്ധമുണ്ട് ഉറക്കിന്. അതുകൊണ്ട് തന്നെ അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറഞ്ഞ ആ യുവാക്കൾ അള്ളാഹുവിനെ ആരാധിക്കുന്ന നല്ല യുവാക്കളാണ്, ഔലിയാക്കളാണ്. അവരെ കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യില്ലേ, പടച്ചവനെ ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചെയ്യണമല്ലാ, ഞങ്ങളുടെ ഒരു കാര്യത്തിനും പ്രയാസം വരാത്ത രീതിയിൽ എല്ലാം നീ സഹിലാക്കി തരണമല്ലാ എന്നവർ ദുആ ചെയ്തില്ലേ? അതുകൊണ്ട് തന്നെ ഫളറബ്ന അലാ ആദാനിഹിം, അവരുടെ ചെവി അങ്ങടച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവരെ നീണ്ട ഉറക്കങ്ങുറക്കിക്കളഞ്ഞു. ഫിൽ കഹ്ഫി, ആ ഗുഹക്കകത്ത് സിനീന അദദാ, ഒരുപാട് വർഷം അങ്ങ് ഉറക്കിക്കളഞ്ഞു. 309 വർഷമാണെന്ന് നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെ അവരെ ഉറക്കിക്കളഞ്ഞു. എന്നിട്ട് അവരെ പിന്നെ പുനർജനിപ്പിക്കപ്പെടുന്നുണ്ട്. ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا. അവരെ വീണ്ടും അല്ലാഹു തആല പുനർജനിപ്പിക്കുന്നുണ്ട്. എന്തിനാണത്? അവരെത്ര കാലമാണ് ഉറങ്ങിയത് എന്നവർക്കിടയിൽ തന്നെ തർക്കമാണ്. കുറച്ച് സമയമാണോ അതോ കുറെ സമയമാണോ ഉറങ്ങിയത് എന്ന് അവർക്കിടയിൽ തന്നെ തർക്കം നടക്കുകയാണ്. എന്നാൽ അതങ്ങ് വ്യക്തമാക്കി കൊടുക്കണം. അല്ലാഹു തആല ആ അസ്ഹാബുൽ കഹ്ഫിനിടയിലും അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർക്കിടയിലും അവർക്ക് ഇവരെത്ര കാലം ഉറങ്ങിയെന്ന് വ്യക്തമാകണം. അതുകൊണ്ട് അവരെ വീണ്ടും അല്ലാഹു പുനർജനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഒരു ദൃഷ്ടാന്തം എന്നോളം ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഉണർന്നു കൊണ്ടുവരികയാണ്. എന്നിട്ട് അല്ലാഹു തആല മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, നബിയേ, അങ്ങ് ഈ ആളുകളുടെ പരാതികളും അവിടുത്തെ പരിഹാസങ്ങളും കേട്ട് നിങ്ങൾ വിഷമിച്ചു പോകണ്ട നബിയേ. നഹ്നു നഖുസ്സു അലൈക, ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം, അവരുടെ കഥ നാം നിങ്ങൾക്ക് വിവരിച്ചു തരാം നബിയേ. നബഅഹും ബിൽ ഹഖി, കൃത്യവും സത്യവുമായ വിവരണം, അവരുടെ ചരിത്രം നാം നിങ്ങൾക്ക് പറഞ്ഞു തരാം നബിയേ. എന്നാൽ എന്താണ് അവരുടെ സംഭവം? ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം, ആ ഒരു വിഭാഗം ചെറുപ്പക്കാരായ ആളുകൾ, ആമനൂ ബിറബ്ബിഹിം, അവരാരാണ്? അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്. വസിദ്നാഹും ഹുദാ, അവർക്ക് നമ്മൾ സന്മാർഗം ഹിദായത്തിനെ വർദ്ധിപ്പിച്ചു കൊടുത്തവരാണ്. അങ്ങനെയുള്ള അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ഒരു വിഭാഗം ആളുകളാണ് ഈ അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്നത്. വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള് ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. അങ്ങനെ അല്ലാഹനെ ഭയപ്പെടുന്ന യുവാക്കളാണ്. ആ യുവാക്കൾ ആരാണ്? അവര് വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ, ആ യുവാക്കൾ അവരുടെ ഖൽബുകൾ ഉറച്ചു പോയവരാണ്. അവര് നല്ല ഉറച്ച ദൃഢമായ തീരുമാനമുള്ളവരാണ്. ഏതാണ് അവർ ഉറച്ച തീരുമാനെടുത്ത സമയമെന്നറിയുമോ? ഇത് ഖാമൂ, ആ ശത്രുക്കളായ ആളുകൾ, രാജാവ് വന്ന് പറഞ്ഞില്ലേ ബിംബത്തെ ആരാധിക്കണോന്ന്, അങ്ങനെ പറഞ്ഞ സമയത്ത് അവരുറച്ച തീരുമാനം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞവരാണ്. രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഈമാനുള്ള വർത്തമാനം പറഞ്ഞവരാണ്. എന്താണ് അവര് പറഞ്ഞത്? ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്, രാജാവിന്റെ മുഖത്ത് നോക്കി അവര് പറഞ്ഞു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്,
എടോ ഞങ്ങളുടെ റബ്ബ് ആരാണ്? ഈ ആകാശത്തിന്റെ അധിപനാണ്, ആകാശങ്ങളെ പടച്ച റബ്ബാണ്, വല്ലർളി ഈ ഭൂമിയെയും സൃഷ്ടിച്ചവനാണ്. ലന്നദ്ഉവ മിൻ ദൂനിഹി ഇലാഹൻ, ഇവനല്ലാതെ വേറെ ഒരാളെയും ഞങ്ങൾ ആരാധിക്കൂല. അല്ലാഹനെയല്ലാതെ ഒരാളെയും ഞങ്ങൾ ആരാധിക്കൂല. നീ ചിലപ്പോ ഇവിടുത്തെ രാജാവായിരിക്കും, ഞങ്ങളെ കൊന്നുകളയും എന്നൊക്കെ നിന്റെ മുദ്രാവാക്യങ്ങൾ ഉണ്ടാകും. പക്ഷേ ഞങ്ങളുടെ റബ്ബ് റബ്ബാണ്, ഏക ഇലാഹായ അല്ലാഹയാണ്. ആ റബ്ബാണ് ഇവിടെ എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലന്നദ്ഉവ മിൻ ദൂനിഹി ഇലാഹൻ, ആ ഇലാഹിനെ കൂടാതെ വേറെ ഒരാളെയും ഞങ്ങൾ ആരാധിക്കൂല. ലഖദ് ഖുൽനാ, അങ്ങനെ ഞങ്ങൾ ആരാധിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞുപോയവരായാൽ ഇദൻ ശതതാ, ഞങ്ങൾ മോശമായ വാക്ക് പറഞ്ഞവരല്ലേ, ഞങ്ങളെ ഈമാൻ അങ്ങ് നഷ്ടപ്പെട്ടു പോകില്ലേ? അതുകൊണ്ട് തന്നെ ആ അസ്ഹാബുൽ കഹ്ഫ് നബിയെ, ആ രാജാവിന്റെ മുമ്പിൽ അവര് പറഞ്ഞ വാക്കെന്താണ്? നിങ്ങൾ എന്ത് ചെയ്താലും അല്ലാഹയല്ലാത്ത ഒരു ഇലാഹിനെ ഞങ്ങൾ ആരാധിക്കൂല. എന്നിട്ട് അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു, ഹൗലാഇ ഖൗമുൻ ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹ. അവിടെ ഉണ്ടായിരുന്ന സമുദായത്തെ പറ്റിയിട്ട് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, ഈ 7 യുവാക്കളും ഔലിയാക്കളായ യുവാക്കൾ, ഹൗലാഇ അവരോട് കൂടെ ഉണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന സമുദായം, കാഫിരീങ്ങളായ ആ സമുദായം, ഹൗലാഇ ഖൗമുൻ ഇത്തഖദൂ മിൻ ദൂനിഹി ആലിഹതൻ, അവര് അല്ലാഹു അല്ലാതെ മറ്റുള്ള ബിംബങ്ങളെ ആരാധിക്കുന്നവരാണ്. എന്നാലോ ലൗലാ യഅതൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ, അവർക്കാണെങ്കിലോ ആ ദൈവങ്ങൾക്ക് വ്യക്തമായ ഒരു തെളിവ് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ അല്ലാഹുവിന്റെ മേലിൽ കളവ് പറയുന്നവരാണവർ. ഫമൻ അളലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ, അങ്ങനെ അല്ലാഹു അല്ലാത്ത ബിംബങ്ങൾ ആരാധിക്കുന്നു, അതിന് വ്യക്തമായ തെളിവുകളില്ലാത്തവരാണ്. അങ്ങനെ അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറയുന്നവരെ, അവരെക്കാൾ വലിയ അക്രമം ചെയ്തവരാരാണ്? ഖുർആൻ ചോദിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അസ്ഹാബുൽ കഹ്ഫായ 7 യുവാക്കൾ തമ്മിൽ മുശാവറ നടത്തുന്നത്, ചർച്ച നടത്തുന്നത്. എന്താണ്? നമ്മൾ ഇനി ഒരു ഗുഹയിലേക്ക് പോകണമല്ലോ, ഈ ആളുകളുടെ ഇടയിൽ നിന്ന് നമ്മൾ മാറിക്കളയണം, ഇവരാരാധിക്കുന്ന ഈ മറ്റുള്ള ബിംബങ്ങളുടെ ഈ വിഷയത്തിൽ നിന്ന് നമ്മളങ്ങ് മാറിക്കളയണം. അങ്ങനെയാണ് അവരുടെ ഇടയിൽ നിന്ന് തീരുമാനം വന്നത്. വഇദ് അഅ്തസൽതുമൂഹും വമാ യഅബുദൂന ഇല്ലല്ലാഹ ഫഅവൂ ഇലൽ കഹ്ഫി യൻശുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതിഹി വയുഹയ്യി ലക്കും മിൻ അംരിക്കും മിർഫഖാ. അവർ ഈ ഖൗമിന്റെ കാഫിരീങ്ങളുടെ ഇടയിൽ നിന്ന് മാറാൻ തീരുമാനിച്ചു. അങ്ങനെയാണല്ലോ, തമ്മിൽ ചർച്ച ചെയ്തിട്ടാണ് എല്ലാം തീരുമാനിക്കേണ്ടത്. ചർച്ച ചെയ്ത് തീരുമാനിച്ചാൽ തന്നെ ഭൂരിപക്ഷത്തോട് കൂടെ നിൽക്കാനാണ് നമ്മൾ പറയേണ്ടത്. ഒരു നാട്ടിൽ ഒരു തീരുമാനം വന്നാൽ ആ നാട്ടിലെ എല്ലാ ആളുകളും എന്താണ്, ഏതിനോടാണ് സപ്പോർട്ട് ചെയ്തത്, അതിന്റെ കൂടെ നിൽക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ ഞാൻ ഒറ്റക്ക് നിന്ന് സമരം ചെയ്യുമെന്ന നിലപാടല്ല വേണ്ടത്. അസ്ഹാബുൽ കഹ്ഫിന്റെ ഇടയിൽ പല അഭിപ്രായങ്ങളും വന്നപ്പോൾ കൂടുതൽ ആളുകൾ പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പോഴാണ് അവർ ഒന്നിച്ചു തീരുമാനമെടുത്തത്. വഇദ് അഅ്തസൽതുമൂഹും വമാ യഅബുദൂന ഇല്ലല്ലാഹ്, ഈ കാഫിരീങ്ങളുടെ ഇടയിൽ നിന്ന്, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ഇതിന്റെ ഇടയിൽ നിന്ന് നമ്മൾക്കങ്ങ് മാറിക്കളയാം. ഫഅവൂ ഇലൽ കഹ്ഫി, അങ്ങനെ അവർ ഗുഹയിലേക്ക് ചെല്ലുകയാണ്. അവർ ഗുഹയിലേക്ക് ചെല്ലുകയാണ്. യൻശുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതിഹി, അവർക്ക് അല്ലാഹു അവന്റെ റഹ്മത്തിനെ പരത്തി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ വേണ്ടുവോളം അല്ലാഹുവിന്റെ റഹ്മത്തിനെ നൽകുകയാണ്. വയുഹയ്യി ലക്കും മിൻ അംരിക്കും മിർഫഖാ,
അള്ളാഹു അവരുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കുകയാണ്, സഹലാക്കി കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവരെ പോലും അറിയാത്ത രീതിയിൽ അവരെ അങ്ങ് ഉറക്കിക്കളഞ്ഞില്ലേ. 300 ചില്ലാനം വർഷം ഉറങ്ങിയിട്ട് അവർക്കതിൻ്റെ ഇടയിൽ ഭക്ഷണത്തിന്റെ ആവശ്യം വന്നില്ല, ഒരു ബാത്റൂമിൽ പോകേണ്ട ആവശ്യം പോലുമില്ല, ഒന്നും അറിഞ്ഞില്ല. ഞങ്ങൾ ഉറങ്ങിയത് എത്ര സമയമെന്ന് പോലും അറിയാത്ത രീതിയിൽ അവർക്ക് അല്ലാഹു തആല അങ്ങനെയുള്ള സാഹചര്യം അങ്ങ് ഒരുക്കി കളഞ്ഞത് എന്താണ്? തുടക്കത്തിലെ ആ സ്വാലിഹീങ്ങളായ യുവാക്കൾ അല്ലാഹുവിനോട് ദുആ ചെയ്തതാണ്, പടച്ചവനെ നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ നാട് വിടുന്നത്, അതുകൊണ്ട് ഞങ്ങളെ എല്ലാ കാര്യങ്ങളെയും നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. അതുകൊണ്ടാണ് അവര് ആ ഗുഹയിലേക്ക് ചെന്നപ്പോൾ അവരെ അല്ലാഹു തആല ഉറക്കിക്കളഞ്ഞ് ആ രാജാവിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി കളഞ്ഞു. മാത്രമല്ല പിന്നീട് കാലങ്ങൾക്ക് ശേഷം വരുന്ന ഒരു സമുദായത്തിന് വലിയ ദൃഷ്ടാന്തമായി മാറുകയും ആ സമുദായത്തിന്റെ അടുക്കൽ നിന്ന് വലിയ ആദരവ് നേടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്ലാഹു അവരെത്തിച്ചു എന്നുള്ളതാണ്. കാരണം അല്ലാഹ് എന്ന ചിന്ത വെച്ച് അല്ലാഹു അല്ലാത്തവർ ആരാധിക്കണമെന്ന് പറഞ്ഞിടത്തുനിന്ന് അല്ലാഹുവിന് വേണ്ടി അവര് മാറി. അപ്പോൾ അല്ലാഹു തആല അവരോട് ഒന്നിച്ചു നിന്നു, അല്ലാഹുവിനോട് അവർ ദുആ ചെയ്തു. അപ്പോൾ അല്ലാഹു അവർ ഉദ്ദേശിച്ചതുപോലെ അല്ലാഹു നടത്തിക്കൊടുത്തു. അങ്ങനെ അവരെ കാര്യങ്ങൾക്കൊരു പ്രയാസവും വന്നില്ല. ആദ്യത്തെ 16 ആയത്ത് വരെ അല്ലാഹു തആല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം പറയണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ.